ഈ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. ഗേറ്റ് കീപ്പർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു എന്നാണ് പറഞ്ഞത്. റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ആദ്യം വന്ന ചില സൂചനകൾ ആ നിലയിൽ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ റെയിൽവേ ഔദ്യോഗികമായൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിക്കുന്നതിൽ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഈ ഗേറ്റ് കീപ്പർ ഈ ഗേറ്റ് അടയ്ക്കുന്നതിന് വേണ്ടി പോകുന്നതിനിടയിൽ വാൻ ഡ്രൈവർ ഈ വാൻ കടത്തിവിടണം ട്രെയിൻ വരുന്നതിന് മുൻപ് എന്ന് ആവശ്യപ്പെട്ടുവെന്നും അതേ തുടർന്ന് ഇയാൾ ഈ ഗേറ്റ് അടയ്ക്കുന്നത് അല്പം വൈകി ആ സമയത്ത് വാൻ കടന്നു പോവുകയും ട്രെയിനിൽ ഇടിച്ചു എന്നുള്ളതുമാണ് പറയുന്നത്. എന്നാൽ റെയിൽവേ തന്നെ ഇത് പ്രാഥമിക വിവരങ്ങളാണ്. ഇക്കാര്യത്തിൽ കുറെ കൂടി അന്വേഷണം നടന്നാൽ മാത്രമേ വ്യക്തത വരൂ എന്ന് പറയുന്നത്. ഗേറ്റ് കീപ്പറെ നാട്ടുകാർ കൈയേറ്റം ചെയ്തു, അയാളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. പോലീസ് ഇടപെട്ടാണ് അയാളെ അവിടെ നിന്ന് മാറ്റിയത് എന്നാണ് മനസ്സിലാകുന്നത്. 2 കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചാരുമതി, അതോടൊപ്പം തന്നെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ നിവാസ്, 2 പേരുടെ ഇപ്പോൾ പേരുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്.